ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ 37 ജില്ലകളിലായി പരന്നുകിടക്കുന്ന 700-ലധികം കിലോമീറ്റർ വിസ്തൃതിയുള്ള വനമേഖലയാണ് ആരവല്ലി. ഇതിൽ 560 കിലോമീറ്റർ കടന്നുപോകുന്നത് രാജസ്ഥാനിൽ മാത്രമാണ്. ആരവല്ലി കുന്നുകളിൽ 1,16,753 കുന്നുകളുടെയും ഉയരം 100 മീറ്ററിൽ താഴെയാണ്. തറനിരപ്പിൽ നിന്ന് 100 മീറ്ററോ അതിൽ കൂടുതലോ ഉയരത്തിലുള്ള കുന്നുകൾ മാത്രമേ ആരവല്ലി കുന്നിൻ്റെ പരിധിയിൽ വരൂ. 500 മീറ്റർ ദൂരപരിധിക്കകത്ത് രണ്ടോ അതിലധികമോ വരുന്ന ഇത്തരം ആരവല്ലി കുന്നുകളെ ആരവല്ലി മലനിരകളായി കണക്കാക്കും. വർഷങ്ങളായി ആരവല്ലിയെച്ചൊല്ലി ഉയരുന്ന ആശങ്കകളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെയായ കേസുകളിൽ ഒന്നിൻ്റെ വിധി പ്രസ്താവനത്തോടെയാണ് നവംബർ 20-ന് മുൻ ചീഫ് ജസ്റ്റിസ് B.R. ഗവായി, K. വിനോദ് ചന്ദ്രൻ, N.V. അഞ്ചാര്യ എന്നിവരുൾപ്പെട്ട ബെഞ്ച് ഈ നിർവചനം അംഗീകരിച്ചത്. എന്നാൽ ചിതറിത്തെറിച്ച് കിടക്കുന്ന ആരവല്ലി മലനിരകളിൽ ഏറിയ പങ്ക് കുന്നുകൾ 100 മീറ്ററിൽ താഴെ ഉയരത്തിലുള്ളവയാണെന്ന വസ്തുത കണക്കിലെടുക്കാതെയുള്ള തീരുമാനങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തേക്കാൾ പരിസ്ഥിതി നാശത്തിനാകും വഴിയൊരുക്കുക. ആരവല്ലിയുടെ സ്വഭാവ സവിശേഷത വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ 90% ഭാഗവും പുതിയ നിർവചന പരിധിക്ക് പുറത്താകും. ഖനന മാഫിയയ്ക്ക് അപ്പോൾ അവിടെ നിർബാധം വിഹരിക്കാമെന്നാണ് ഇത് ഉയർത്തുന്നത്. ആരവല്ലി മലനിരകളുടെ വലിയ ഭാഗം കടന്നുപോകുന്ന രാജസ്ഥാനിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആരവല്ലിയുടെ സംരക്ഷണവും ആവശ്യപ്പെട്ട് ചെറുതും വലുതുമായ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. വടക്കു പടിഞ്ഞാറൻ ഭൂപ്രകൃതിയെ മരുവൽക്കരണത്തിൽ നിന്നും തടഞ്ഞു നിർത്തുന്നത് ആരവല്ലി കുന്നുകളാണ്. ആരവല്ലിയിൽ പുതിയ ഖനന ലൈസൻസിന് സമ്പൂർണ്ണ വിലക്കും കഴിഞ്ഞ ദിവസം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ചു. പുതിയ ഖനനാനുമതി നൽകാതിരിക്കുമ്പോഴും നിർണായക ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനത്തിന് വിലക്കുണ്ടായിട്ടുമില്ല. ആരവല്ലിയുടെ സവിശേഷതകൾ കൊണ്ടുള്ള ശാസ്ത്രീയ നിർവചനത്തിന് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ നേരത്തെ ശുപാർശ ചെയ്തിട്ടും അതും കണക്കിലെടുത്തിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. 100 മീറ്റർ പരിധി എന്ന നിർവചനം താഴ്ന്ന കുന്നുകളെ വ്യാപകമായ ഖനനത്തിന് തുറന്നുകൊടുക്കാൻ വഴിയൊരുക്കുമെന്നും അമിക്കസ് ക്യൂറിയും മുന്നറിയിപ്പ് നൽകിയതാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇത് 100 മീറ്ററിൽ താഴെ മാത്രം ഉയരമുള്ള മലനിരകളിൽ ഉണ്ടാകാൻ പോകുന്ന മൈനിങ്ങിനെപ്പറ്റി മാത്രം ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമല്ല. ഒരു പ്രദേശം, അതായത് ആരവല്ലി അല്ലെങ്കിൽ വനം എന്ന വർഗീകരണത്തിൽ നിന്ന് അതിനെ നീക്കം ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ വേസ്റ്റ് ലാൻഡ്, റവന്യൂ ലാൻഡ്, മല അല്ലാത്തവ എന്ന് പുനർനിർവചിച്ചാൽ ആ ഭൂമി റിയൽ എസ്റ്റേറ്റുകൾക്കായിട്ടും റിസോർട്ടുകൾക്കായിട്ടും ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾക്കായിട്ടും ഗേറ്റഡ് ലക്ഷറി പ്രോജക്റ്റുകൾക്കൊക്കെ ആയിട്ട് തുറക്കപ്പെടും. ഖനനം ഇതിൻ്റെയൊക്കെ ഒരു ആദ്യഘട്ടം മാത്രമാണ്. അവസാന ലക്ഷ്യം ഭൂമി പരിവർത്തനം തന്നെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ട ആരവല്ലി ഡെഫിനിഷൻ ചേഞ്ച് പോലത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ്. വികസനം എന്ന മറയായിട്ട് ഇവിടെ വരുന്നത് ഖനനമാണ്. ഇതിലൂടെ തൊഴിൽ, ഇൻഫ്രാസ്ട്രക്ചർ, രാഷ്ട്ര നിർമ്മാണമൊക്കെ സാധിക്കും. പക്ഷേ ഖനനത്തിന് ശേഷം മലകൾ സമതലമാകും, ഭൂമിയുടെ വില കുതിക്കും, ഉടമസ്ഥത മാറും. ഖനനം എന്നത് ഇവിടെ ഒരു താൽക്കാലിക പ്രവർത്തനം മാത്രമാണ്. പക്ഷേ അവസാനത്തെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഭൂമി പരിവർത്തനം തന്നെയാണ്. എന്തുകൊണ്ടാണ് ആരവല്ലി ഇപ്പോൾ ഫോക്കസ് ചെയ്യാൻ കാരണം? ഹിമാലയം എന്നത് ഒരു ശക്തമായ വികാരമുള്ള സംരക്ഷണമുള്ളൊരു സ്ഥലമാണ്. വെസ്റ്റേൺ ഘട്ടിനാണെങ്കിൽ അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ട്. എന്നാൽ ആരവല്ലിയിലേക്ക് പോകുമ്പോൾ ചുരുക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു മലനിരയാണ്. ഭയങ്കര പഴയതാണ്, ഭയങ്കര താഴ്ന്നതാണ്, നന്നായിട്ട് തകർന്ന് കല്ലുകളെല്ലാം പൊട്ടി, പാറകളെല്ലാം പൊട്ടി തകർന്ന് അങ്ങനെയൊരു മലനിരയാണ്. വ്യക്തമായ മാപ്പുകളൊന്നുമില്ല. അപ്പോൾ ആരവല്ലി മലനിരകൾ ചുരുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. സസ്റ്റൈനബിൾ മൈനിങ് അഥവാ സുസ്ഥിര ഖനനമാണ് ആരവല്ലിയിൽ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ശരീരത്തിൽ നട്ടെല്ലെടുത്ത് മാറ്റിയിട്ട് അത് നേരെ നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ആരവല്ലിയിലെ സുസ്ഥിര ഖനനം എന്ന് പറയുന്നത്. ഇവിടെ സുസ്ഥിര ഖനനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖനനം കഴിഞ്ഞാൽ കുഴികൾ നിറയ്ക്കും, മരങ്ങൾ നടും എന്നൊക്കെയാണ്. പക്ഷേ സത്യത്തിൽ ഇത് മല സംരക്ഷിക്കുന്നതല്ല, മല നശിപ്പിച്ചതിന് ശേഷം ചെയ്യുന്ന പരിഹാരം മാത്രമാണ്. ഇനി സാങ്കേതികപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അനധികൃത ഖനനം കുറയ്ക്കാൻ സാധിക്കുമായിരിക്കാം. പക്ഷേ പരിസ്ഥിതി നാശം തടയാൻ സഹായിക്കില്ല. ആരവല്ലി മലനിരകൾ ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മലനിരകളിൽ ഒന്നാണ്. ഏകദേശം 200 കോടി വർഷം പഴക്കമുണ്ടാവും ഇതിന്. വളരെ ദുർബലമായ ഘടനയാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഭൂഗർഭജലം സംരക്ഷിക്കുന്നു, ചൂട് തരംഗങ്ങൾ കുറയ്ക്കുന്നു, മരുഭൂമിയിൽ നിന്ന് വരുന്ന പൊടികൾ തടയുന്നു. അങ്ങനെ ഒട്ടനവധി സവിശേഷതകൾ നിറഞ്ഞ ഒരു മലനിരയാണ് ആരവല്ലി മലനിരകൾ. ഈ മലനിരകൾ ഒരിക്കൽ പൊട്ടിത്തെറിച്ചാൽ ജലസംഭരണ വഴികൾ നശിക്കും. ഇത് പിന്നീട് തിരിച്ചു വരികയുമില്ല. മരങ്ങൾ നടുന്നത് ഇതിനൊരു പരിഹാര മാർഗവുമല്ല. സർക്കാർ ഇത് തുറന്നു പറഞ്ഞാൽ നയം പരാജയം സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ടാണ് കമ്മിറ്റികൾ പുതിയ നിർവചനം, സുസ്ഥിര ഖനനം ഇതുപോലുള്ള ഭാഷകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ശരിക്കും വനവും മലയും മാത്രമല്ല നശിക്കുന്നത്. പാറകളുടെ അടിത്തറ, വെള്ളം പിടിക്കുന്ന ശേഷി, ചൂടും പൊടിയും നിയന്ത്രിക്കുന്ന സ്വാഭാവിക സംവിധാനം ഇവയൊക്കെയാണ്. 200 കോടി വർഷം കൊണ്ടുണ്ടായ ഈ ഒരു സംവിധാനം മനുഷ്യന് പുനഃസൃഷ്ടിക്കാനാവുന്നതാണ്. ഭൂമി മനുഷ്യന് ആവശ്യത്തിലധികം തരുന്നുണ്ട്. എന്നാൽ ഓരോ മനുഷ്യൻ്റെയും അത്യാഗ്രഹം നിറവേറ്റാനുള്ളതില്ല.